ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകത്ത് ഒരു സ്റ്റേഡിയമുണ്ട്. ആ സ്റ്റേഡിയം ഒരു ചരിത്രപരമായ പ്രാധാന്യം ആ സ്റ്റേഡിയത്തിനുണ്ട്. അതിതാണ് ഒരു ലോകകപ്പിൻ്റെ ഫൈനലും യൂറോ കപ്പിൻ്റെ ഫൈനലും ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലും കോപ്പ ലിബർട്ടഡോറസ്. അതായത് സൗത്ത് അമേരിക്കയുടെ ചാമ്പ്യൻസ് ലീഗാണ്. സൗത്ത് അമേരിക്കയിലെ, ദക്ഷിണ അമേരിക്കയിലെ, ലാറ്റിൻ അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗിന് തുല്യമായ സാധനമാണ് കോപ്പ ലിബർട്ടഡോറസ്. ഇങ്ങനെ 4 ഫൈനലുകൾ നടന്ന ലോകത്തെ ഒരേ ഒരു ഗ്രൗണ്ടാണ്, ഒരേ ഒരു മൈതാനമാണത്, ഒരേ ഒരു സ്റ്റേഡിയമാണത്. അതായത് ലോകകപ്പിൻ്റെ ഫൈനൽ, യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് അതായത് യൂറോ കപ്പിൻ്റെ ഫൈനൽ, ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ, കോപ്പ ലിബർട്ടഡോറസിൻ്റെ ഫൈനൽ. ആ സ്റ്റേഡിയം ഏതാണെന്ന് അറിയണ്ടേ? അതാണ് സ്പെയിനിലെ ബെർണബ്യൂ. റയൽ മാഡ്രിഡിൻ്റെ സ്റ്റേഡിയമാണ്, റയൽ മാഡ്രിഡിൻ്റെ ഗ്രൗണ്ടാണത്. വമ്പൻ ക്ലബ്ബായ റയൽ മാഡ്രിഡിൻ്റെ ഗ്രൗണ്ടാണത്. അത് അവരുടെ സ്റ്റേഡിയമാണ് ബെർണബ്യൂ. ഈ ബെർണബ്യൂവിലാണ് 1982 സ്പെയിൻ, ഇതിനു മുമ്പ് സ്പെയിൻ ആതിഥേയത്വം വഹിച്ച ഏക ലോകകപ്പ് 1982 അന്നത്തെ ഫൈനൽ നടന്നത് ഈ ബെർണബ്യൂവിലായിരുന്നു. അങ്ങനെയാണ് ലോകകപ്പ് ഫൈനൽ നടക്കുന്നത്. അതിനുശേഷം യൂറോ കപ്പിൻ്റെ ഫൈനൽ നടന്നു, ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലുകൾ നടന്നു, കോപ്പ ലിബർട്ടഡോറസിൻ്റെ ഫൈനലുകൾ നടന്നു. അങ്ങനെ ഈ 4 വലിയ ഇവൻറ്റുകളുടെ, വമ്പൻ കപ്പുകളുടെ, വമ്പൻ ടൂർണമെൻറ്റുകളുടെ ഫൈനൽ നടന്നിട്ടുള്ള ലോകത്തെ ഒരേ ഒരു ഗ്രൗണ്ടാണ് ബെർണബ്യൂ. അതുകൊണ്ട് തന്നെ 2030 ലോകകപ്പിൻ്റെ ഫൈനൽ സ്പെയിനിന് ലഭിക്കുകയാണെങ്കിൽ, സ്പെയിനിൽ വെച്ചാണ് അത് നടക്കുന്നതെങ്കിൽ, അവിടെ ബെർണബ്യൂവിൽ വെച്ചിട്ടാണ് ഈ ലോകകപ്പ് ഫൈനൽ നടക്കാൻ സാധ്യത. റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ബെർണബ്യൂവിനാണ് സാധ്യത കൂടുതലായിട്ട് നൽകുന്നത് എന്നും പറയുന്നുണ്ട്. ക്യാമ്പ് നൗ, ബാഴ്സലോണ ക്ലബിൻ്റെ ക്യാമ്പ് നൗവും ഇതിനു വേണ്ടി പണിയെടുക്കുന്നുണ്ട് ഫൈനൽ കിട്ടാൻ വേണ്ടി. പക്ഷേ ഈ ഒരു കാരണങ്ങളെല്ലാം കാരണം ബെർണബ്യൂവിനാണ് അതിനുള്ള സാധ്യത എന്ന് പറയുന്നു. പക്ഷേ ഈ ഫൈനൽ, ലോകകപ്പിൻ്റെ ഫൈനൽ സ്പെയിനിൽ വെച്ചാണോ മൊറോക്കോയിൽ വെച്ചാണോ? കാരണം സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് 2030 ലോകകപ്പ് നടക്കുന്നത്. ഇതിൽ തന്നെ സ്പെയിനും മൊറോക്കോയും തമ്മിലാണ് പിടിവലി നടക്കുന്നത് ഫൈനലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫൈനൽ സ്പെയിനിന് കിട്ടുകയാണെങ്കിൽ അത് ബെർണബ്യൂവിലാണോ അതോ ക്യാമ്പ് നൗവിലാണോ നടക്കുക എന്നറിയില്ല. ബെർണബ്യൂവിലാണ് നടക്കാനുള്ള സാധ്യത കൂടുതൽ ഈ കാരണങ്ങൾ കൊണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ ടൂർണമെൻറ്റുകളുടെയും ഫൈനലുകൾ നടന്നു എന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ബെർണബ്യൂവിൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ദ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂയോർക്ക് ടൈംസിൻ്റെ ഫുട്ബോൾ വിഭാഗമായ ദ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ബെർണബ്യൂവിന് ഇങ്ങനെയുള്ള ചരിത്രപരമായ സവിശേഷതകളുണ്ട്.